സംസ്ഥാനത്ത് തെരുവ് നായ്കൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ ബ്ലോക്കിലും ചുരുങ്ങിയത് ഒരു ABC കേന്ദ്രമെങ്കിലും സജ്ജീകരിക്കണമെന്ന 2022 ഉത്തരവ് നടപ്പായില്ല. ദിവസവും തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ പേരിന് പോലും ഒരു ABC കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി 2022 ജൂലൈ 26-നാണ് അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. എല്ലാ ബ്ലോക്കിലും ചുരുങ്ങിയത് ഒരു ABC കേന്ദ്രമെങ്കിലും സജ്ജീകരിക്കുക എന്നതാണ് പ്രധാന നിർദ്ദേശം. തെരുവുനായ്ക്കളുടെ വംശവർധന തടയാൻ കാസർഗോഡ് ജില്ലയിൽ ABC കേന്ദ്രം ആരംഭിച്ചത് 2016-ലാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പഴയ മൃഗാശുപത്രിയിലാണ് ഇത് പ്രവർത്തിച്ചത്. അതിനുശേഷം തൃക്കരിപ്പൂരിൽ രണ്ടാമതൊരു കേന്ദ്രവും ആരംഭിച്ചു. 2023-ൽ ഇവയുടെ പ്രവർത്തനം നിലച്ചു. കേന്ദ്ര മൃഗക്ഷേമ ബോർഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് 2 കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇതിനുശേഷം മുളിയാറിൽ പുതുതായി ABC കേന്ദ്രം നിർമ്മിച്ചു, ഉദ്ഘാടനവും നടത്തി. പക്ഷേ ജനകീയ പ്രതിഷേധം കാരണം അതും തുറന്നു പ്രവർത്തിപ്പിക്കാനായില്ല. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരസഭാ പരിധിയിലും തൃക്കരിപ്പൂർ പഞ്ചായത്തിലുമാണ് ABC കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 2023-ൽ കാസർഗോഡ് നഗരസഭയിലെ ABC കേന്ദ്രം പൂർണ്ണമായി അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്. തൃക്കരിപ്പൂരിലെ ABC കേന്ദ്രം കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിക്കുന്നില്ല. ദിവസവും തെരുവുനായ്ക്കളുടെ അക്രമം വർദ്ധിക്കുമ്പോഴും തെരുവുനായ ശല്യം തടയാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ തെരുവുനായ്ക്കളുടെ അക്രമം കാരണം മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം 102 എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ജീവന് ഭീഷണിയായിട്ടുള്ള തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരോ തദ്ദേശ സ്വയംഭരണ വകുപ്പോ ഇതിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ABC കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഒരു നടപടിയും ഉണ്ടാവാത്തത് ജില്ലാ പഞ്ചായത്തിൻ്റെ കടുത്ത അനാസ്ഥയാണെന്ന് പരാതി ഉയരുന്നുണ്ട്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.